മഴത്തോരു മുൻപേ എന്ന മനോഹരമായ പരമ്പരയിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണ് വീണ്ടും പോകുവാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അലീനയുടെ അച്ഛനെ തിരക്കിയുള്ള യാത്ര ബാലചന്ദ്രമേനോൻ ആരംഭിച്ചു. ഒടുവിൽ അദ്ദേഹം ആ പഴയ ബംഗ്ലാവിന്റെ വാതിക്കൽ എത്തിയിരിക്കുകയാണ്. പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഒരു പരിചാരകൻ ബംഗ്ലാവിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരികയും ബാലചന്ദ്രമേനോനെ പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. മിസ്റ്റർ സ്റ്റാൻലി ജോസഫിനെ അന്വേഷിച്ചാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ അകത്തുണ്ട്, ഞാൻ പോയി അനുവാദം വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ബാലചന്ദ്രൻ ആ വീടിന്റെ പരിസരങ്ങളൊക്കെ ഒന്ന് വീക്ഷിച്ചു. വീടിന്റെ മുൻഭാഗത്ത് ആശുപത്രി വരാന്ത പോലെ നീണ്ട ഒരു വരാന്തയും മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന അനേകം മരത്തൂണുകളും കാണുവാനുണ്ട്. മുറ്റത്തിന്റെ കോണിൽ 20 അടിയോളം ഉയരമുള്ള ഒരു കോൺക്രീറ്റ് തൂണിനു മീതെ ഒരു ബഹുനില ഫ്ലാറ്റ്. അതിന്റെ മുകളിൽ മിനിയേച്ചർ പോലൊരു പ്രാക്കുട്. പ്രാവുകൾക്ക് അകത്ത് കിടക്കാനും പുറത്തിറങ്ങുവാനും ചിരട്ടവട്ടത്തിലുള്ള ഡസൻ കണക്കിന് വാതായനങ്ങൾ. കൂടിന്റെ മുകളിൽ പ്രാവുകൾക്ക് യോഗം ചേരുവാനുള്ള ഒരു മേൽത്തട്ട്. അവിടെ ധാരാളം പ്രാവുകളുമുണ്ട്. വളരെ കൗതുകത്തോടുകൂടി അയാൾ അത് വീക്ഷിച്ച് കുറേ നേരം നിന്നു. തുടർന്ന് താഴെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ വീടിന്റെ മറ്റൊരു ഭാഗത്ത് നായ്ക്കൂട്ടങ്ങളുടെ വലിയൊരു നിര തന്നെ കാണാനുണ്ട്. അപരിചിതനെ കണ്ടതുകൊണ്ട് അവറ്റകൾ നിർത്താതെ കുരച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് പരിചാരകൻ തിരികെ വരുന്നുണ്ട്. അകത്തേക്ക് വരുവാൻ പറഞ്ഞു. അയാൾ ബാലേന്ദ്രമേനോനെ അറിയിച്ചു. അത് കേട്ടുകൊണ്ട് പരിചാരകന്റെ പിന്നാലെ അദ്ദേഹവും കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നു. പഴയ രീതിയിലുള്ള സെറ്റുകളും കസേരകളും മറ്റു ഫർണിച്ചറുകളുമുള്ള ഒരു മുറി. ചുവരിൽ കലമാന്റെയും കാട്ടുപോത്തിന്റെയും കൊമ്പുകൾ. അടുത്തത് വീതിയുള്ള ഇടനാഴി പോലെ തോന്നിച്ച ഒരു മുറി. അതിന്റെ ഇരുവശത്തും ചുമരോട് ചേർന്ന് ഇരിപ്പിടങ്ങളുമുണ്ട്. വിലപിടിച്ച സെറ്റുകളും സോഫയും ടിവിയും അലമാരകളും മേശകളും ഒക്കെയുള്ള വലിയ മുറിയിലേക്ക് കടന്നതും ബാലചന്ദ്രമേനോൻ നടുക്കമേറ്റതുപോലെ ഒന്ന് നിന്നു. കസേരകളിലും സോഫകളിലും പച്ച നിറമുള്ള കാർപ്പറ്റുകളിലുമെല്ലാം വിശ്രമിക്കുന്ന നായ്ക്കൾ. വിവിധ വലിപ്പത്തിലും വർണ്ണത്തിലും വർഗത്തിലും പെട്ടവ. ഒരു തടിയൻ പൂച്ചയുടെ വലിപ്പം മുതൽ കാളക്കുട്ടിയുടെ വലിപ്പം വരെയുള്ള നായ്ക്കൾ. അവയുടെ എല്ലാം നോട്ടം ഒരേപോലെ ബാലചന്ദ്രമേനോന്റെ മേൽ വീണു. ഇതിനിടയിൽ ഹാളിന്റെ മധ്യത്തിൽ സോഫയിൽ ഒരാൾ ചാരിയിരിക്കുന്നു. അയാളുടെ ഇടത്തും വലത്തും ഭീമാകാരന്മാരായ ഓരോ നായ്ക്കളും. അയാളുടെ മുന്നിൽ ടീപ്പോയ് മേൽ മദ്യക്കുപ്പിയും സോഡയും ഗ്ലാസും ഐസ് ട്രേയും പിന്നെ കുറച്ച് തീറ്റ സാധനങ്ങളും. തടിയൻ നായ്ക്കളിലൊന്ന് അയാളുടെ മടിയിലേക്ക് തലവെച്ച് കിടക്കുകയാണ്. അയാളുടെ ഇടത് കൈ അതിന്റെ കഴുത്തിൽ തടവുന്നുണ്ട്. വലത് കൈയിൽ പൊരിച്ച കോഴിയുടെ പാതി കടിച്ച ഒരു കഷ്ണവുമുണ്ട്. നായയുടെ തല മടിയിൽ നിന്നും മെല്ലെ എടുത്തു മാറ്റിയിട്ട് അയാൾ എഴുന്നേറ്റു ബാലചന്ദ്രനെ കണ്ടുകൊണ്ട്. തുടർന്ന് വലിയ മുഴങ്ങുന്ന ശബ്ദത്തോടുകൂടി വെൽക്കം വെൽക്കം എന്ന് ബാലചന്ദ്രന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ സോഫയിലിരുന്ന 2 തടിയൻ നായ്ക്കളും ചാടിയിറങ്ങി ബാലചന്ദ്ര മേനോന്റെ അടുത്തേക്ക് ചെന്നു. ഭയം കൊണ്ട് മേനോന്റെ മുഖം വിളറി വെളുത്തുപോയി. അയാൾ 2 അടി പെട്ടെന്ന് പിന്നോക്കം വെച്ചു. ഏയ് ഡോണ്ട് ബി അഫ്രൈഡ് മാൻ, അതൊരു സെക്യൂരിറ്റി ചെക്കപ്പ് മാത്രമാണ്, നിങ്ങൾ മുൻപോട്ട് പോന്നോളൂ. ഇത് പറയുമ്പോഴേക്കും ബാലചന്ദ്രമേനോന്റെ കാൽ മണപ്പിച്ച് കൈകളും മണപ്പിച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് കണ്ണു ചിമ്മിയതിനു ശേഷം തിരികെ 2 നായ്ക്കളും പഴയ സോഫയിലേക്ക് വന്ന് കയറിയിരുന്നു. ബാലചന്ദ്രമേനോന് ശ്വാസം നേരെ വീണത് അപ്പോഴാണ്. അയാൾ ഹാളിന്റെ മധ്യഭാഗത്തേക്ക് നീങ്ങി. അപ്പോൾ സ്റ്റാൻലി ജോസഫ്. വെൽക്കം മിസ്റ്റർ ബാലചന്ദ്രമേനോൻ, ഗ്ലാഡ് ടു മീറ്റ് യു. ഐ ആം സ്റ്റാൻലി ജോസഫ്. മുന്നിൽ ഷെയ്ക്ക് ഹാൻഡിന് കൈ നീട്ടി നിൽക്കുന്നയാളെ ബാലചന്ദ്രമേനോൻ സൂക്ഷിച്ചൊന്ന് നോക്കി. 6 അടി ഉയരത്തിൽ ചാര നിറമുള്ള പാൻസും ഷർട്ടും ധരിച്ച് തടിച്ചു നിവർന്നൊരാൾ രൂപം. നന്നെ വെളുത്തിട്ടല്ലെങ്കിലും മുഖത്തു നിന്ന് ചോര തൊട്ടെടുക്കാമെന്ന് തോന്നും. വലിയ കണ്ണുകളിൽ ചുവന്ന ഞരമ്പുകൾ വേരുപടലം പോലെ പിണഞ്ഞു കിടക്കുന്നു. നരച്ചു തുടങ്ങിയ മുടിയും കട്ടിമീശയും കനത്ത പുരുകങ്ങളും വീതിയുള്ള നെറ്റിയും വലിയ കവിൾത്തടങ്ങളും. ബാലചന്ദ്രമേനോന്റെ മനസ്സ് മന്ത്രിക്കുകയാണ്. സ്റ്റാൻലി ജോസഫ് തന്റെ ഭാര്യയായ വൈജയന്തിയെ പ്രണയിക്കുകയും അവളോടൊപ്പം കുറെ കാലം ജീവിക്കുകയും ചെയ്തവൻ. അലീനയുടെ അച്ഛൻ. ബാലചന്ദ്രമേനോന്റെ മനസ്സിൽ വിവിധ വികാരങ്ങൾ ആർത്തലയ്ക്കുവാൻ തുടങ്ങി. ഒടുവിൽ ആത്മനിന്ദയോടെ അയാൾ കൈനീട്ടി ഷേക്ക് ഹാൻഡ് നൽകി. തുടർന്ന് ബാലചന്ദ്രമേനോന് കസേര ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്ലീസ് സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞ് അയാൾ ബാലചന്ദ്രന് അഭിമുഖമായിരുന്നു. ബാലചന്ദ്രമേനോന്റെ പരിഭ്രമം അപ്പോഴും മാറിയിട്ടില്ല. സോഫകളിലും കസേരകളിലും അലസമായി കിടക്കുന്ന നായ്ക്കളെ അയാൾ വീണ്ടും വീണ്ടും നോക്കി. 12ഓ 14ഓ എണ്ണം അതിനകത്ത് തന്നെ ഉണ്ട് എന്ന് തോന്നി. ബാലചന്ദ്രമേനോൻ മെല്ലെ ചോദിക്കുകയാണ്, ഇവിടെ നായ്ക്കളെ കൊടുക്കാനുണ്ടോ? ഏയ്, അങ്ങനെ കൊടുക്കാനൊന്നുമില്ല. ഇവയെല്ലാം ഞാൻ വളർത്തുന്നവയാണ്. മനുഷ്യരെക്കാൾ നന്ദിയുള്ളവരാണ്. നമുക്കിവരെ വിശ്വസിക്കാം. നമ്മൾ കൊടുക്കുന്ന സ്നേഹം നന്ദിയായും കൂറായും ഇതുപോലെ തിരിച്ചു തരുന്ന ഒരു ജീവി ഭൂമിയിൽ വേറെയില്ല. ഇത്രയെണ്ണം മാത്രമല്ല മിസ്റ്റർ ബാലേന്ദ്രൻ, വേറെയുമുണ്ട്. അതിന് ബാലചന്ദ്രന്റെ മറുപടി, എൻ്റെ അത്ഭുതം അതല്ല, എനിക്കൊരു പെൺകുട്ടിയെ അറിയാം. പേര് അലീന. അവൾക്ക് നായ്ക്കളെ വലിയ ഇഷ്ടമാണ്. അവൾ വിളിച്ചാൽ നായ്ക്കൾ മതിൽ ചാടി കടന്നു വരും. റോഡിലൂടെ നടന്നു പോകുന്ന നായ്ക്കൾ അവളെ കണ്ടാൽ എവിടെയോ കണ്ടു മറന്ന പോലെ, ഒരു പരിചയക്കാരി എന്ന പോലെ സംശയത്തോടെ നോക്കി നിൽക്കും. ഓ ഐ സി, അത് കൊള്ളാലോ. സ്റ്റാൻലി ജോസഫിന്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അയാൾക്ക് സംസാരിക്കാൻ താല്പര്യമായിട്ടുണ്ട് എന്ന് ബാലചന്ദ്രമേനോന് മനസ്സിലായി. ഈ വിഷയത്തിൽ കൂടി തന്നെ മുൻപോട്ട് പോകുവാൻ അയാൾ തീരുമാനിച്ചു. ഒരിക്കൽ മുറിവേറ്റ അവശയായി കിടന്ന അവൾക്ക് രക്ഷയ്ക്കായിട്ട് അയൽവീട്ടിലെ ഒരു നായ്ക്കുട്ടിയാണ് എത്തിയത്. അവിടെ തുടങ്ങിയതാണ് നായ്ക്കളുമായിട്ടുള്ള സൗഹൃദം.
അതിന് സ്റ്റാൻലി ജോസഫ്, അങ്ങനെ അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്നേഹിച്ചാൽ കൂടെ നിൽക്കും ഇവർ. അല്ല, താങ്കൾ ഈ പറഞ്ഞ പെൺകുട്ടി നായ്ക്കളെ വളർത്തുന്നുണ്ടോ? ഏയ്, വളർത്തുന്നൊന്നുമില്ല. അവളുടെ അമ്മയ്ക്കാണെങ്കിൽ നായ്ക്കളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത് ശരി. ഒരിക്കൽ നിങ്ങൾ വരുമ്പോൾ അവളെ കൂടെ കൂട്ടിക്കൊണ്ടുവരൂ. ഇത്രയും നായ്ക്കളെ ഒരുമിച്ച് കാണുന്നത് അവൾക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ ബാലചന്ദ്രൻ, തീർച്ചയായിട്ടും ഞാൻ അവളെ ഒരു ദിവസം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. അതേപ്പറ്റി സംസാരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നതും. ബാലചന്ദ്രമേനോന്റെ ആ മറുപടി സ്റ്റാൻലി ജോസഫിനെ തെല്ലൊന്ന് അമ്പരപ്പിച്ചു. ഒരു പട്ടാളക്കാരൻ്റെതായ കരുതലും സംശയവും അയാളുടെ കണ്ണുകളിൽ കാണായി വന്നു. അയാൾ ചോദിക്കുകയാണ്, അല്ല മിസ്റ്റർ ബാലചന്ദ്രൻ, താങ്കൾക്ക് എവിടെ വെച്ചാണ് എന്നെ പരിചയം? ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെ അറിഞ്ഞു ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന്? ഞാൻ നിങ്ങളുടെ തറവാട്ടിൽ പോയിരുന്നു, പുനലൂരിൽ. അവിടെ നിന്നാണ് അഡ്രസ്സ് കിട്ടിയത്. ഓ, ഓക്കെ. താങ്കൾ എന്താണ് എന്നെക്കുറിച്ച് കേട്ടിട്ടുള്ളത്? അത് കുറച്ച് പഴയ കഥയാണ്. ഉടൻ തന്നെ സ്റ്റാൻലി ജോസഫ് അവിടെ ഇരുന്നു കൊണ്ട് തെല്ലുറക്ക വിളിച്ചു, ആൻഡപ്പൻ, ആൻഡപ്പൻ. അല്പസമയം കഴിഞ്ഞിട്ടും പ്രതികരണമൊന്നും ഉണ്ടായില്ല. സ്റ്റാൻലി ജോസഫ് തൻ്റെ വലത്തുഭാഗത്തിരുന്ന നായയെ ഒന്ന് തോണ്ടി. ആൻഡപ്പൻ എവിടെ? നായ സോഫയിൽ നിന്നും കുതിച്ചു ചാടി വാതിൽ കടന്നുപോയി. അപ്പോൾ സ്റ്റാൻലി ജോസഫ് പറയുകയാണ്, എൻ്റെ ഓർഡർലി ആയിരുന്നു ആൻഡപ്പൻ. ഞാൻ റിട്ടയർമെൻറ്റ് വാങ്ങിപ്പോകുന്നതിൻ്റെ അടുത്ത വർഷം അയാളും ഇങ്ങി പോന്നു. അതിനുശേഷം എൻ്റെ കൂടെയാണ്. അല്പനിമിഷങ്ങൾക്കകം പോയ നായ അതുപോലെ തിരികെ എത്തി. തൊട്ടു പിന്നിൽ ആൻഡപ്പനും. സ്റ്റാൻലി ജോസഫ് ആൻഡപ്പനോടപ്പോൾ പറയുകയാണ്, ഒരു ഗ്ലാസ് കൂടി എടുത്തു വെക്ക്. ഇത് പറഞ്ഞിട്ട് താങ്കൾ ഹോട്ട് ഡ്രിങ്ക്സ് കഴിക്കുമല്ലോ അല്ലേ എന്ന് ബാലചന്ദ്രമേനോനോട്. അപ്പോൾ ബാലേന്ദ്രൻ, കഴിക്കും, പക്ഷേ ഇപ്പോൾ വേണ്ട. വൈനായാലോ? നല്ല ഒന്നാം തരം ഇറ്റാലിയൻ വൈനുണ്ട് ഇവിടെ. വൈനോ വിസ്കിയോ കഴിച്ച് വളരെ ലാഘവത്തോടു കൂടി ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയവുമായിട്ടല്ല ഞാൻ വന്നത്. എനിക്ക് സ്റ്റാൻലിയോട് ഗൗരവമായി സംസാരിക്കുവാനുള്ള ഒരു മാറ്ററുണ്ട്. ഓ, ഓക്കെ ഓക്കെ. ഇത് പറഞ്ഞിട്ട് അയാൾ ആൻഡപ്പൻ്റെ നേരെ ഒരു ആംഗ്യം കാണിച്ചു. ആൻഡപ്പൻ വാതിലടച്ച് പിൻവാങ്ങി. സ്റ്റാൻലി മേശപ്പുറത്തിരുന്ന ഒഴിഞ്ഞ ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിക്കാൻ ഭാവിച്ചപ്പോൾ ബാലേന്ദ്രമേനോൻ അഭ്യർത്ഥിച്ചു, മിസ്റ്റർ സ്റ്റാൻലി, കുറച്ച് സമയത്തേക്ക് മദ്യപിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ബാലചന്ദ്രൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് സ്റ്റാൻലി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. എന്നിട്ട് പറയുകയാണ്, മിസ്റ്റർ ബാലചന്ദ്രൻ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്താണ്? അടുത്ത നിമിഷം തല അറ്റുപോകുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലും എത്ര നിസ്സാരമാണെന്നറിയാമോ? മരണത്തെ ഞാൻ എന്നെ മറികടന്ന് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തോക്ക് ഇപ്പോൾ എടുത്ത് എൻ്റെ തലയ്ക്ക് നേരെ നീട്ടി ഞാൻ നിങ്ങളെ കൊല്ലാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയാം. എന്നാൽ പോലും ഇതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ വിസ്കി ഗ്ലാസ്സിലേക്ക് പകർന്നു. തെർമോവെയറിൻ്റെ അടപ്പ് തുറന്ന് 2 ഐസ് ക്യൂബുകൾ എടുത്ത് ഗ്ലാസ്സിലേക്ക് ഇട്ടു. തുടർന്ന് അയാൾ ആ ഗ്ലാസ് എടുത്ത് സിപ്പ് ചെയ്തു. എന്നിട്ട് പറയുകയാണ്, സുഹൃത്തെ, ഞാൻ അതിരാവിലെ തുടങ്ങും, പിന്നീട് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്കാണെങ്കിൽ നല്ലൊരു മദ്യശേഖരമുണ്ട്. ലോകത്ത് കിട്ടാവുന്ന മിക്കവാറും എല്ലാ ലേബലുകളും ഞാനിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ സ്റ്റാൻലി ജോസഫിൻ്റെ മുഖത്ത് ഒരഭിമാനം വെട്ടിത്തിളങ്ങുന്നത് കാണാമായിരുന്നു. പക്ഷെ ബാലചന്ദ്രന് വല്ലാതെ മുഷിയുന്നുണ്ട്. വീണ്ടും അയാൾ ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, പാലായിൽ താങ്കൾ എന്തു ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല? അത് റബ്ബറിൻ്റെ നാടല്ലേ? റബ്ബറൊക്കെയാണോ ബിസിനസ്? എനിക്ക് റബ്ബറൊന്നുമില്ല. ഞാനൊരു ജ്വല്ലറിയും ടെക്സ്റ്റൈൽ ഷോപ്പുമാണ് നടത്തുന്നത്. ഓ, അത് ശരി. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആവശ്യമല്ല സാർ. എൻ്റെ ചില സംശയങ്ങൾക്ക് താങ്കൾ മറുപടി നൽകിയാൽ മതി. 23 വർഷങ്ങൾക്ക് മുൻപുള്ള സ്റ്റാൻലി ജോസഫിനെ കുറിച്ച് മാത്രമേ എനിക്ക് കേട്ടറിയുള്ളൂ. താങ്കൾ അന്ന് ആഗ്ര കന്റോൺമെന്റിൽ ക്യാപ്റ്റൻ ആയിരുന്നു അല്ലേ? കുറച്ചു കാലം ഞാൻ ആഗ്ര കന്റോൺമെന്റിൽ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ അല്ല, ലെഫ്റ്റനന്റ് ആയിരുന്നു. ഓ ശരി. ആഗ്ര കന്റോൺമെന്റിൽ അന്നൊരു ഗംഗാധര മേനോൻ ഉണ്ടായിരുന്നു. പാലാ സ്വദേശിയാണ്. അന്ന് മേജർ റാങ്കിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇത്രയും കേട്ടപ്പോഴേക്കും സ്റ്റാൻലിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. കനത്ത പുരുകങ്ങൾ ഒന്നുകൂടി വളഞ്ഞു. എന്നിട്ട് അയാൾ പറയുകയാണ്, എനിക്കറിയാം, ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. വീണ്ടും ബാലചന്ദ്രൻ, അക്കാലത്ത് ഗംഗാധര മേനോന്റെ ഇളയൊരു സഹോദരി അദ്ദേഹത്തോടൊപ്പം അവിടെ താമസിച്ചിരുന്നു. സെന്റ് ക്ലയർ സ്കൂളിൽ അവൾ കുറെ നാൾ ജോലി ചെയ്തിട്ടുണ്ട്. ഇത്രയും കേട്ടതോടുകൂടി സ്റ്റാൻലി ബാലചന്ദ്ര മേനോനെ സൂക്ഷിച്ചൊന്ന് നോക്കി. തൻ്റെ കണ്ണുകൾക്ക് നേരെ ഒരാൾ തോക്ക് ചൂണ്ടിയതുപോലെയാണ് ബാലചന്ദ്ര മേനോന് തോന്നിയത്. അത്ര തീഷ്ണമായിരുന്നു ആ നോട്ടം. തുടർന്ന് അയാൾ വീണ്ടും ശാന്തമായി പറഞ്ഞു, അതെ, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ആ സ്ത്രീയുമായി അക്കാലത്ത് പ്രണയത്തിലായിരുന്നു അല്ലേ? ഗംഗാധര മേനോൻ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോയപ്പോൾ അയാളുടെ സഹോദരി കൂടെ പോയില്ല. സെയിൻറ്റ് ക്ലെയർ സ്കൂളിലെ ജോലി തുടരണം എന്ന് പറഞ്ഞ് അവർ ആഗ്രയിൽ തന്നെ തങ്ങി. അത് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യമായി. നിങ്ങളും അവളും തമ്മിൽ കൂടുതൽ അടുത്തു. തുടർന്ന് നിങ്ങൾ വളരെ രഹസ്യമായി അവളെ രജിസ്റ്റർ മാരേജ് നടത്തിയതിനു ശേഷം അവളെ ആഗ്രയിൽ നിന്നും കുറച്ചകലെയുള്ള ഏതോ ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു. മാത്രവുമല്ല, അവൾക്ക് സ്കൂളിലുണ്ടായിരുന്ന ജോലിയും രാജിവെപ്പിച്ചു. ഗംഗാധര മേനോനോ കൊല്ലപ്പള്ളിയിലെ വീട്ടുകാരോ ഇതറിയുന്നില്ല. ഒരു നാൾ ഗംഗാധര മേനോൻ സഹോദരിയെ അന്വേഷിച്ച് ആഗ്രയിലെത്തിയപ്പോൾ അവളെ കാണാനില്ല. നിങ്ങളാണെങ്കിൽ ലീവിലും. ഒടുവിൽ അയാൾക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി.
എയർഫോഴ്സ് ക്യാമ്പിൽ തന്നെയുള്ള സെന്റ് ക്ലെയർ സ്കൂളിൽ കാമുകിക്ക് ജോലി സംഘടിപ്പിച്ചു കൊടുത്തത് പോലും നിങ്ങളായിരുന്നുവെന്ന് ഗംഗാധര മേനോന് മനസ്സിലായി. ഇത് പറയുമ്പോൾ ബാലചന്ദ്ര മേനോൻ അറിയാതെ തന്നെ അയാളുടെ വാക്കുകളിൽ കാഠിന്യം കൂടുവാൻ തുടങ്ങി. പെട്ടെന്ന് ചെറിയൊരു കിതപ്പോടുകൂടി അയാൾ സംസാരം നിർത്തി. ഒരു ശത്രുവിനോട് സംസാരിക്കുന്നത് പോലെ തന്റെ സ്വരത്തിൽ അസഹിഷ്ണുത കലരുന്നത് അയാൾ തിരിച്ചറിഞ്ഞു. സ്റ്റാൻലി ആകട്ടെ ഇമ വെട്ടാതെ ബാലചന്ദ്ര മേനോന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അയാളുടെ കൃഷ്ണമണികൾ പോലും ചലിക്കുന്നില്ല. വീണ്ടും ബാലചന്ദ്രൻ. വൈജയന്തി എന്നായിരുന്നു അവളുടെ പേര്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോന്റെ മകൾ വൈജയന്തി. അത് കേട്ടിട്ടും സ്റ്റാൻലിക്ക് മിണ്ടാട്ടമില്ല. ആഗ്രയ്ക്കടുത്ത് നിങ്ങൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ ഗംഗാധര മേനോൻ അവളെ കണ്ടെത്തുമ്പോൾ അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഗംഗാധര മേനോൻ വൈജയന്തിയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങൾ അന്ന് ആഗ്രയിലില്ല. അടിയന്തരമായി ലീവ് എടുത്ത് പുനലൂരിലേക്ക് നിങ്ങൾ പോയിരിക്കുകയായിരുന്നു. ഇത്രയും കേട്ടതിനു ശേഷം ഇരിപ്പിടത്തിൽ നിന്നും അല്പം മുൻപോട്ട് ആഞ്ഞുകൊണ്ട് സ്റ്റാൻലി ജോസഫ് പറയുകയാണ്, താങ്കൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. അല്ല, ഗംഗാധര മേനോന്റെ ബന്ധുവോ മറ്റോ ആണോ താങ്കൾ? ഞാൻ ആരാണെന്നൊക്കെ പിന്നെ പറയാം, ഇതുകൂടി കേൾക്ക്. വൈജയന്തിയെ ആഗ്രയിൽ നിന്നും കേരളത്തിൽ എത്തിച്ചെങ്കിലും അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നതിനാൽ മാനക്കേട് ഭയന്ന് കുഞ്ഞിരാമ മേനോനും ആൺമക്കളും അവളെ കൊല്ലപ്പള്ളിയിലെ തറവാട്ടിലേക്ക് കൊണ്ടുപോയില്ല. തിരുവനന്തപുരത്ത് രാവുണ്ണി മേനോൻ എന്ന ബന്ധുവിന്റെ വീട്ടിൽ താമസിപ്പിച്ചു. നിങ്ങളുമായിട്ടുള്ള വിവാഹം വീട്ടുകാർ വേണ്ടതുപോലെ നടത്തിക്കൊടുക്കണമെന്ന വൈജയന്തിയുടെ നിർബന്ധം അംഗീകരിച്ചതായി ഭാവിച്ചുകൊണ്ട് ഗംഗാധര മേനോനും അനുജന്മാരും ചേർന്ന് അവളെ അനുനയിപ്പിച്ച് കൂടെ നിർത്തി. തുടർന്ന് നിങ്ങളെ കണ്ടുപിടിച്ച് സംസാരിച്ച് പിന്തിരിപ്പിക്കാമെന്ന് കരുതി പുനലൂരിലെ തറവാട്ടിലെത്തിയ അവരറിയുന്നു നിങ്ങളൊരു ആക്സിഡന്റിൽ ഗുരുതരമായി പരുക്കുപറ്റി എറണാകുളത്തെ ഏതോ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് വൈജയന്തിക്ക് അറിയില്ല, അവളുടെ വീട്ടുകാർക്കും അറിയില്ല. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി ജോസഫ് സിഗരറ്റ് പാക്കറ്റ് എടുത്ത് തുറന്നു. അതിലൊന്ന് ബാലചന്ദ്ര മേനോന്റെ നേർക്ക് നീട്ടി. ബാലചന്ദ്ര മേനോൻ കൈയെടുത്ത് തടഞ്ഞുകൊണ്ട് നോ എന്ന് പറഞ്ഞ് നിരസിച്ചു. സ്റ്റാൻലി ഒരെണ്ണമെടുത്ത് ചുണ്ടത്ത് വെച്ചു. തുടർന്ന് ലൈറ്റർ തെളിച്ച് തീയും കൊളുത്തി. എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഏകദേശം 3 മാസത്തോളം കോമയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണു തുറക്കാം, കാണാം, ആളുകളെ തിരിച്ചുമറിയാം, അത്രമാത്രം. പിന്നീട് 6 മാസത്തോളം പുനലൂരിലെ തറവാട്ടിലായിരുന്നു. പിന്നെ കുറെ കാലം പ്ലാസ്റ്ററിൽ, പിന്നെ വീൽ ചെയറിൽ, ഒടുവിൽ ക്രച്ചസിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതം. അതിന് ബാലചന്ദ്ര മേനോന്റെ മറു ചോദ്യം, അല്ല, പൂർണ്ണ ഗർഭിണിയായ വൈജയന്തിയെ ആഗ്രയിലെ വാടക വീട്ടിൽ വിട്ടിട്ട് പോന്ന നിങ്ങൾ പിന്നെ എന്തുകൊണ്ടാണ് അവളെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നത്? മിസ്റ്റർ ബാലചന്ദ്രൻ, പോയി അന്വേഷിക്കാൻ കഴിയുന്ന സ്ഥിതിയിലായിരുന്നില്ല അപ്പോൾ ഞാൻ. അന്നത്തെ പരിമിതമായ ടെലഫോൺ സൗകര്യങ്ങൾ വെച്ച് ഒരന്വേഷണം നടത്തി. ഗംഗാധര മേനോൻ വൈജയന്തിയെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് എനിക്ക് ആഗ്രയിൽ നിന്ന് കിട്ടിയ വിവരം. അപ്പോഴേക്കും ആക്സിഡന്റ് സംഭവിച്ചിട്ട് 5 മാസം കഴിഞ്ഞിരുന്നു. ആഗ്രയിൽ വെച്ച് തന്നെ പൂർണ്ണ ഗർഭിണിയായി കഴിഞ്ഞിരുന്ന വൈജയന്തി അതിനകം പ്രസവിച്ചിട്ടുണ്ടാകുമെന്ന് ഊഹിക്കുവാൻ സാമാന്യ ബുദ്ധി മാത്രം മതിയല്ലോ. അത് ഞാൻ അറിഞ്ഞു. എൻ്റെ അനുജൻ ആൽബി അയച്ച് അത് അന്വേഷിപ്പിച്ചു ഞാൻ. നെയ്യാറ്റിൻകരയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് രഹസ്യമായിട്ടാണ് പ്രസവം നടന്നതെന്നും ആ സമയത്ത് തന്നെ കുട്ടി മരിച്ചുപോയെന്നുമാണ് അവന് കിട്ടിയ വിവരം. അന്നെനിക്ക് യാത്ര ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല, നടക്കാൻ പോലും സാധ്യമല്ല. പക്ഷേ പിന്നീട് ഞാൻ എൻ്റേതായ നിലയിൽ വീണ്ടും ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആൽബി പറഞ്ഞത് സത്യമായിരുന്നുവെന്ന് എനിക്ക് പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്തു. അത്രയും കേട്ടപ്പോഴേക്കും ബാലചന്ദ്ര മേനോന്റെ ചുണ്ടുകളിൽ നിന്ദാഗർഭമായ ഒരു മന്ദഹാസമുണ്ടായി. വൈജയന്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ പിന്നെ അന്വേഷിച്ചില്ലേ? മിസ്റ്റർ ബാലചന്ദ്ര മേനോൻ, നിങ്ങളുടെ ധാർമ്മിക രോഷം എനിക്ക് മനസ്സിലാകും. ഫോണിൽ വിളിച്ച് അന്വേഷിക്കാവുന്ന ഘട്ടത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു. വൈജയന്തി വീട്ടിലും നാട്ടിലും ഇല്ലെന്നായിരുന്നു മറുപടി. എൻ്റെ അനുജനെ വിട്ട് അന്വേഷിച്ചിട്ടും വ്യക്തമായൊരു വിവരവും ലഭിച്ചില്ല. യാത്ര ചെയ്യാവുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ഞാൻ നേരിട്ട് കൊല്ലപ്പള്ളിയിൽ ചെന്നു. അവിടെ നിന്നും എനിക്ക് ശരിയായ മറുപടി നൽകിയില്ലെന്ന് മാത്രമല്ല, കൈതക്കൽ മാളിക വീട്ടുകാർ എന്നെ അപമാനിച്ച് തിരിച്ചയക്കുകയും ചെയ്തു. വൈജയന്തി എവിടെയുണ്ട് എന്ന് കണ്ടുപിടിക്കുക അത് എളുപ്പമായിരുന്നില്ല. കൊല്ലപ്പള്ളിയിലോ പാലായിലോ ഇല്ലെന്ന് മാത്രമാണ് ഞാൻ അറിഞ്ഞത്. ഓ, അതോടെ നിങ്ങൾ അന്വേഷണം അവസാനിപ്പിച്ചു അല്ലേ? ഫിറ്റ്നസ് വീണ്ടെടുത്തതോടെ ഞാൻ സർവീസിലേക്ക് വീണ്ടും മടങ്ങിയെത്തി. വൈജയന്തിയുടെ വീട്ടുകാരുടെ ആറ്റിറ്റ്യൂഡ് വ്യക്തമായിരുന്നുവെങ്കിലും ഗംഗാധര മേനോനെ കണ്ട് സംസാരിക്കാൻ ഞാൻ ശ്രമം നടത്തുകയുണ്ടായി. അയാൾ അന്ന് ഡൽഹിയിൽ KR പുരത്ത് മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം തന്നില്ല എന്നുള്ളത് പോട്ടെ, അതോടുകൂടി എന്നെ ശ്രീനഗറിലേക്ക് സ്ഥലം മാറ്റുവാനുള്ള ചരടുവലിയും അയാൾ നടത്തുകയും ചെയ്തു. അതോടെ ഞാൻ ആ ഫയൽ ക്ലോസ് ചെയ്തു മിസ്റ്റർ ബാലചന്ദ്രൻ. തുടർന്ന് സ്റ്റാൻലി ജോസഫ് ഗ്ലാസ് എടുത്ത് 2 തവണ കൂടി വിസ്കി സിപ്പ് ചെയ്തു. ആ സമയത്ത് അത് കണ്ടുകൊണ്ട് അയാളുടെ സമീപത്തിരുന്ന ജർമ്മൻ ഷെപ്പേർഡ് അതിൻ്റെ മൂക്കുകൊണ്ട് അയാളുടെ തോളത്തൊന്ന് തോണ്ടി. സ്റ്റാൻലി മുഖം തിരിച്ചു നോക്കിയപ്പോൾ അവനൊന്ന് ഇളകി അക്ഷമ പ്രകടിപ്പിക്കുകയാണ്. സ്റ്റാൻലി ടീപ്പോയ്ക്ക് മേലിരുന്ന നീഡിൽ ഊരി മാറ്റിയ സിറിഞ്ചെടുത്ത് അതിലേക്ക് മധ്യ ഗ്ലാസ്സിൽ നിന്നും മദ്യം വലിച്ചെടുത്തു. ബാലചന്ദ്ര മേനോൻ ആകാംക്ഷയോടെ നോക്കിയിരിക്കെ സ്റ്റാൻലി സിറിഞ്ച് നായയുടെ തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിച്ചു. അവൻ തല പൊന്തിച്ച് നാവ് നീട്ടി റെഡിയായി നിൽക്കുകയാണ്. സിറിഞ്ചിൽ നിന്നും അതിൻ്റെ വായിലേക്ക് മദ്യം ഒഴുകി വീണു. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, ഇനി കുറച്ചു നേരത്തേക്ക് അടങ്ങിയിരുന്നോണം. ആ നായ അനുസരണയോടെ സോഫമേൽ പതിഞ്ഞു കിടന്നു.
അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് ജിജ്ഞാസയോടെ, അല്ല ഈ നായ്ക്കൾക്ക് മദ്യം നല്ലതാണോ? കൊള്ളാം. അല്ല മനുഷ്യന് മദ്യം നല്ലതാണോ ബാലേന്ദ്ര? അല്ല, നല്ലതല്ല. ആനയെ കള്ളു കുടിപ്പിക്കുന്നത് നല്ലതാണോ? ഏയ്, അതും നല്ലതല്ല. ആ, അതൊന്നും നല്ലതല്ല. പക്ഷേ സന്തോഷമാണ് പ്രധാനം. അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ. ഇവര് അത് ആസ്വദിക്കുന്നുണ്ട്. ഒരു നായ 16 കൊല്ലം ജീവിച്ചിരുന്നേക്കാം. അത് 15 പോയതുകൊണ്ട് ഈ ലോകത്തിൽ ആർക്കും ഒരു നഷ്ടവും സംഭവിക്കില്ല. ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഞാൻ 90 വർഷം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വൈജയന്തിയെക്കുറിച്ചാണ്. ഞാൻ അവളെ 1 വർഷത്തോളം തെരഞ്ഞു, കണ്ടെത്തിയില്ല. അവൾക്ക് എന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാമായിരുന്നു. അതായിരുന്നു എളുപ്പം. ഹോസ്പിറ്റലിൽ 3 മാസക്കാലം ഞാനുണ്ടായിരുന്നു, വീട്ടിൽ 6 മാസക്കാലവും, അതിനുശേഷം ആഗ്രയിൽ 4 മാസം. അവളുടെ ഭാഗത്ത് നിന്ന് ഒരന്വേഷണവും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് ഇടയ്ക്ക് കയറി ബാലേന്ദ്രൻ പറയുകയാണ്, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. നിങ്ങളുടെ വീട്ടുകാരും വൈജയന്തിയുടെ വീട്ടുകാരും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി. വൈജയന്തിയെ നിങ്ങൾ കല്യാണം കഴിക്കുന്നതിൽ നിങ്ങളുടെ വീട്ടുകാർ പ്രകടിപ്പിച്ച അതേ എതിർപ്പ് തന്നെ വൈജയന്തിയുടെ വീട്ടുകാർക്ക് നിങ്ങളോടുമുണ്ടായിരുന്നു. ഒരു കാരണവശാലും നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കരുത് എന്ന കാര്യത്തിൽ 2 വീട്ടുകാരും ചേർന്ന് ഒരു ധാരണയിലെത്തി. നിങ്ങൾ ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിലാണെന്നുള്ള വിവരം വൈജയന്തിയെ ആരും അറിയിച്ചില്ല. പകരം നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്തുവാനുള്ള സന്നദ്ധത ഗംഗാധര മേനോനും അനുജന്മാരും വൈജയന്തിയുടെ മുൻപിൽ പ്രകടിപ്പിച്ചിട്ട് അതേക്കുറിച്ച് ആലോചിക്കാനെന്ന നാട്യത്തിൽ പുനലൂരിലേക്ക് പോയി. എന്നിട്ട് മടങ്ങി വന്ന ശേഷം സ്റ്റാൻലിയുടെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കുന്നില്ലെന്നും അവർ സ്റ്റാൻലിക്ക് വേറെ വിവാഹം നിശ്ചയിച്ചുവെന്നും വൈജയന്തിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതിനിടയിൽ വൈജയന്തിയുടെ പ്രസവം നടന്നു. നിങ്ങളും വേറൊരു ക്രിസ്ത്യൻ യുവതിയും തമ്മിൽ വിവാഹിതരാകുന്നു എന്ന ക്ഷണക്കത്ത് അച്ചടിച്ച് വൈജയന്തിയെ കാണിച്ചതോടെ അവരുടെ പണി കഴിഞ്ഞു. വൈജയന്തി അവിടെ നിശബ്ദയായിപ്പോയി. പ്രസവത്തോടെ കുട്ടി മരിച്ചുപോയതായും നിങ്ങൾ വേറൊരു വിവാഹം കഴിച്ചതായും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വൈജയന്തിക്ക് പിന്നീട് വീട്ടുകാരെ അനുസരിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ലായിരുന്നു. ഗംഗാധര മേനോൻ അവളെ ഡൽഹിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു. നിങ്ങൾ ആ സമയമെല്ലാം ഹോസ്പിറ്റലിലായിരുന്നു എന്നുള്ളത് അവർക്ക് സൗകര്യമായി. ബാലചന്ദ്ര മേനോൻ ഇതെല്ലാം സംസാരിച്ചു കഴിഞ്ഞിട്ടും സ്റ്റാൻലി ജോസഫ് കുറേ നേരം മൗനമായിരുന്നു. തുടർന്ന് അയാൾ വളരെ ലാഘവത്തോടു കൂടി പറയുകയാണ്, മിസ്റ്റർ ബാലചന്ദ്രൻ, ഇതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് നടന്നതിനെപ്പറ്റിയെല്ലാം ചികഞ്ഞു നോക്കിയിട്ടോ വീണ്ടും വിചാരം നടത്തിയിട്ടോ ഒരു ഫലവും ഉണ്ടാകുവാൻ സാധ്യതയില്ല. അപ്പോൾ ബാലചന്ദ്രൻ, അല്ല വൈജയന്തിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയുവാനുള്ള ആഗ്രഹം നിങ്ങൾക്കില്ലേ? കുറഞ്ഞപക്ഷം അവൾ ഈ ഭൂമിയുടെ പരപ്പിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാനെങ്കിലും. അതറിഞ്ഞിട്ട് എന്ത് ഫലമാണ് ബാലേന്ദ്ര എനിക്ക്? അവൾ ജീവിച്ചിരുന്നാലും മരിച്ചുപോയാലും എനിക്കെന്താണ്? ഞാൻ അത്തരം വികാരങ്ങളെയെല്ലാം പണ്ടേ മറികടന്ന് കഴിഞ്ഞു. എന്നാലും നിങ്ങൾ സ്നേഹിച്ച സ്ത്രീയാണല്ലോ. നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവളോടൊപ്പം 6 മാസത്തോളം നിങ്ങൾ താമസിച്ചിട്ടുണ്ട്. നിങ്ങളിൽ നിന്നും അവൾ ഗർഭിണിയാവുകയും ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാലമൊന്നും നിങ്ങളുടെ മനസ്സിനെ അല്പം പോലും സ്പർശിക്കുന്നേയില്ലേ? ബാലചന്ദ്രൻ ഒരമ്പരപ്പോടു കൂടിയാണ് അയാളുടെ മുഖത്തേക്ക് നോക്കിയത് ചോദിച്ചത്. അതിന് സ്റ്റാൻലിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, പട്ടാളക്കാരന് എല്ലാ കാലത്തും ഒരു മുറിവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുവാനും അതിനെ ലാളിക്കുവാനും സമയമില്ല. അത് തുന്നിക്കെട്ടി അടുത്ത യുദ്ധത്തിന് സന്നദ്ധനാകേണ്ടവനാണ് പട്ടാളക്കാരൻ. പിന്നെ ജീവിതത്തിൽ നാം കണ്ടുപോരുന്ന ചില ശീലങ്ങളും പാഠങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അത് വെച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഡ്ഢിയെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. മക്കളും കുടുംബവും ഒക്കെയായി എവിടെയെങ്കിലും കഴിയുന്നുണ്ടാവും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. വിഡ്ഢി എന്ന പ്രസ്താവം ബാലേന്ദ്ര മേനോനെ വല്ലാതെ ക്ഷീണിപ്പിച്ചുവെങ്കിലും തൽക്കാലം അയാൾ മൗനം ആചരിച്ചു. സ്റ്റാൻലി വീണ്ടും പറയുകയാണ്, അല്ലെങ്കിൽ തന്നെ എന്നെ നോക്കൂ, ഞാൻ കല്യാണം കഴിച്ചില്ലേ? എനിക്ക് ഭാര്യയും കുട്ടികളുമില്ലേ? ഈ പ്രേമമൊക്കെ വലുതാണെന്നും പ്രണയഭാജനം സർവസ്വമാണെന്നും ഒക്കെ കരുതുന്നൊരു കാലമുണ്ട്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ പ്രണയനഷ്ടത്തെക്കുറിച്ചുള്ള ഓർമ്മ മധുരവും അതിൻ്റെ നീറ്റൽ സുഖകരവും ആണെന്ന് തോന്നുന്ന പ്രായത്തിൽ ഞാനത് രസിച്ചു. ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നത് എല്ലാം വിഡ്ഢിത്തങ്ങളായിരുന്നു എന്നാണ്. അതും ഞാൻ ആസ്വദിക്കുകയാണ്. അപ്പോഴേക്കും ബാലചന്ദ്ര മേനോൻ ഇടയ്ക്ക് കയറി പറയുകയാണ്, നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങളെപ്പോലെ തന്നെ വൈജയന്തിയും വിവാഹിത. ഹോ, വെരി വെരി ഗുഡ്. ഒരാൾ നശിച്ചു പോയില്ല എന്ന് കേൾക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അല്ലെങ്കിലും വൈജയന്തി പ്രായോഗിക ബുദ്ധിയുള്ളവൾ തന്നെയായിരുന്നു. ഒരു ചെറിയ മടയത്തരം മാത്രമേ അവൾ കാണിച്ചിട്ടുള്ളൂ. അത് എന്നെ പ്രണയിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. സോ വാട്ട്, അവൾക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. അപ്പോൾ വീണ്ടും ബാലചന്ദ്രൻ, ഇല്ല, നിങ്ങൾക്ക് 2 പേർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ നഷ്ടപ്പെട്ടവർ വേറെയുണ്ട്. അവരുടെ നഷ്ടം വലുതുമാണ്. പെട്ടെന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്, അതെന്താണ് ബാലേന്ദ്ര നിങ്ങൾ അങ്ങനെ പറയുന്നത്? അതെനിക്ക് മനസ്സിലായില്ല. പറയാം. നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ വെച്ച് വൈജയന്തി പ്രസവിച്ച കുഞ്ഞു മരിച്ചുപോയി എന്നാണല്ലോ നിങ്ങളും വൈജയന്തിയും അടക്കം സകലരും വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ അതൊരു തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമായിരുന്നു. നിങ്ങളുടെ കുടുംബക്കാർക്ക് അതിൽ പങ്കുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വൈജയന്തിയുടെ അമ്മാവൻ രാവണ്ണി മേനോനും അച്ഛൻ കുഞ്ഞിരാമ മേനോനും അയാളുടെ ആൺമക്കൾക്കും അതറിയാമായിരുന്നു.
വൈജയന്തി പ്രസവിച്ചതൊരു ചാപിള്ളയായിരുന്നില്ല, ജീവനുള്ളൊരു പെൺകുഞ്ഞിനെയായിരുന്നു. അത്രയും കേട്ടപ്പോഴേക്കും ബാലചന്ദ്ര മേനോന്റെ മുഖത്തേക്ക് സ്റ്റാൻലിയുടെ നോട്ടം കൂർത്തു. അത് തന്റെ കൃഷ്ണമണികളെ തുളച്ചു കയറുമെന്ന് ബാലചന്ദ്ര മേനോന് തോന്നി. തുടർന്ന് അയാൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കുട്ടിയെ അവർ മനഃപൂർവ്വം കൊന്നുകളഞ്ഞിട്ടൊന്നുമില്ല. അത്രയും വലിയ ക്രൂരതയൊന്നും അവർ കാണിച്ചില്ല. പകരം ഒരു ഓർഫനേജിന് ഇഷ്ടദാനമായി നൽകി. 23 വർഷം അവൾ ഒരു അനാഥ പെൺകുട്ടിയായി ജീവിച്ചു. ഒരു നിമിഷം മൗനമായ ശേഷം ബാലചന്ദ്ര മേനോൻ വീണ്ടും പറയുകയാണ്, സംശയിക്കണ്ട, അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവളാണ് ഞാൻ മുമ്പേ പറഞ്ഞ അലീന, നിങ്ങളെപ്പോലെ തന്നെ നായ്ക്കളെ സ്നേഹിക്കുന്ന പെൺകുട്ടി. ബാലചന്ദ്ര മേനോന്റെ വായിൽ നിന്നും വീണ വാക്കുകൾ കേട്ട് അക്ഷരാർത്ഥത്തിൽ സ്റ്റാൻലി ജോസഫ് നടുങ്ങിപ്പോയിരുന്നു. ചില നിമിഷങ്ങൾ നീണ്ടുനിന്ന മൗനത്തിന് ശേഷം സ്റ്റാൻലി വീണ്ടും ബാലേന്ദ്രന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? എനിക്ക് 23 വയസ്സുള്ള ഒരു മകളുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? സ്റ്റാൻലി ഗൗരവം ഭാവിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളുടെ ശബ്ദം ദുർബലമായി പോകുന്നത് ബാലചന്ദ്രന് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടായിരുന്നു. മഴത്തോരും മുൻപേ എന്നുള്ള ഈ പരമ്പര ഞെട്ടിക്കുന്ന വഴിത്തിരിവുകളിലേക്ക് എത്തുവാൻ പോവുകയാണ്. ഈ പരമ്പരയിൽ തുടർന്ന് കാണുവാൻ പോകുന്ന സംഭവങ്ങൾ ഓരോന്നും മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിന്റെ വിവരണങ്ങളുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.